നമസ്കാരം. സുരേഷ് ഗോപി നമ്മുടെ പ്രിയങ്കരനായ സിനിമാ നടൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് BJP നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് സുരേഷ് ഗോപി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങണം, അല്ലെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണം എന്നുള്ള തീരുമാനമെടുത്തതിന് കാരണമെന്ത്? ഒറ്റയാൻ എന്ന സിനിമയിൽ അദ്ദേഹം ശ്രീ ഗോകുലം ഗോപാലൻ്റെ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതമാണ് കാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല കാരണം. സിനിമയിൽ വൻ വരുമാനം കിട്ടിയിരുന്നത് എനിക്കിപ്പോൾ ഈ വരുമാനമൊന്നുമില്ല. തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സാഹചര്യമാണ് സിനിമ. എന്നാൽ ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം കൃത്യമായി വരുമാനവുമില്ല. ആ വരുമാനങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രചരിപ്പിക്കുന്നത്. അതൊന്നല്ല കാരണം. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ശേഷം വ്യാപകമായ രൂപത്തിൽ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകളും അതേപോലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും ഇറങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, കൃത്രിമം കലർന്ന അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ജനങ്ങൾക്ക് ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രതിഫലനമായി തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം കഴിഞ്ഞ തവണ ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ഷനിൽ ഗുരുവായൂർ ഒഴികെ 6 നിയോജക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷമാണ് നേടിയിരുന്നത്. 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. ഗുരുവായൂർ മാത്രമാണ് മുരളീധരന് കുറച്ചൊരു ഭൂരിപക്ഷമുണ്ട്. ബാക്കി 6 മണ്ഡലങ്ങളിലും, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ 6 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP ആട്ടപ്പടലം പൊട്ടി എന്നുള്ളതാണ് സത്യം. തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മേഖലകളിലും LDF കടന്നു കയറുന്നതാണ് കണ്ടിട്ടുള്ളത്. അതായത് താൽക്കാലിക ഒരു പ്രതിഭാസം മാത്രമായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി. തൃശ്ശൂർ സിറ്റിയിലാകട്ടെ രാജൻ പല്ലൻ 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. അവിടെ വൻ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സുരേഷ് ഗോപിയെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ ഈ രീതികൾ, സാധാരണ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന് കൃത്രിമത്വം കലർന്ന സംഭാഷണങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ഇനിയും ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായി മാറും. നേരത്തെ തന്നെ തക്ക സമയത്ത് പിന്മാറിക്കഴിഞ്ഞാൽ ഇലയ്ക്കും മുള്ളനും കേടില്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാം. ഒരു കേന്ദ്രമന്ത്രിയായി എന്ന് രേഖപ്പെടുത്താൻ പറ്റും ചരിത്രത്തിലെ എല്ലാ കാലത്തും. എന്നാൽ തോറ്റു കഴിഞ്ഞാലോ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള യശസ്സും പ്രശസ്തിയും എല്ലാം നഷ്ടപ്പെടും. കേരളത്തിൽ BJPക്ക് ഒരു ഗുണവും സുരേഷ് ഗോപിയെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ BJP പരാജയപ്പെട്ടു. തിരുവനന്തപുരത്താണെങ്കിൽ അദ്ദേഹത്തെ തൊട്ട് തൊടിയിച്ചില്ല. നേമത്തും അതേപോലെ കഴക്കൂട്ടത്തും ഗോപകുമാർ ജയിച്ച ചാത്തന്നൂരൊന്നും സുരേഷ് ഗോപി വന്ന് കാര്യമായിട്ട് പ്രചരണത്തിനും വന്നിരുന്നില്ല. മറ്റേ പോയ സ്ഥലത്തൊക്കെയോ കൃത്യമായി തോപ്പിട്ടു എന്നാണ് അർത്ഥം. കഴിഞ്ഞ തവണത്തേക്കാൾ BJPയുടെ വോട്ട് താഴേക്ക് പതിക്കുകയും BJP തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഒറ്റ മണ്ഡലത്തിൽ പോലും BJPക്ക് 2ാം സ്ഥാനത്തേക്ക് വരാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ ഗൗരവമായുള്ളൊരു കാര്യമായിട്ടാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. താൽക്കാലിക പ്രതിഭാസം എന്നുള്ള നിലയിൽ അദ്ദേഹം വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വളരെ ദയനീയമായ പരാജയമാണ്. ആ ട്രോളുകളാണെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ്. ട്രോളി കൊല്ലുകയാണ്. സുരേഷ് ഗോപി കാണിക്കുന്ന കൃത്രിമത്വം നിറഞ്ഞ തൻ്റെ സംഭാഷണങ്ങൾ പല സ്ഥലത്തും AI സംവിധാനം ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ ട്രോളുകൾ നിർമ്മിച്ച് വ്യാപകമാക്കിയതോടുകൂടി അദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായി മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് അദ്ദേഹത്തിന് രണ്ടാമത് ഡെവലപ്പ് ചെയ്തെടുക്കുക അത്ര പ്രയാസമുള്ള കാര്യമാണ്. തൃശ്ശൂരിൽ ആ ഘട്ടത്തിൽ അദ്ദേഹം വിജയിച്ചതിന് വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഒന്ന്, തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുന്ന ഒരു ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. AR അജിത് കുമാർ നേതൃത്വത്തിൽ ADGP അജിത് കുമാർ നേതൃത്വത്തിൽ അവിടെ തൃശ്ശൂർ പൂരം കലക്കുകയും തീരെ സുഖമില്ലാതെ കടന്നിരുന്ന സുരേഷ് ഗോപി ആംബുലൻസ് വാനിൽ കൊണ്ടുവരികയും അങ്ങനെ അതിലൂടെ ഉണ്ടായ ഒരു പ്രശസ്തി, അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഒരു കഥയുണ്ടാക്കി അങ്ങനെ
ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് സുരേഷ് ഗോപിക്ക് ഒരു ഇമേജ് ഉണ്ടാക്കിയത്. പക്ഷെ അത് പിന്നീട് സുനിൽകുമാർ തന്നെ നേരിട്ട് CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ തന്നെ അതിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊടുക്കുകയും ചെയ്തിരുന്നു. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ കാര്യത്തിലാകട്ടെ വീണ്ടും CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ നിൽക്കുകയും ചെയ്തു. അതിൽ ഉൾപ്പെട്ട AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യുകയോ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുകയോ പ്രമുഖരായ CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വെറും കഥകൾ മാത്രം നടന്നു എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു നേട്ടവും പിന്നീട് BJPക്ക് ഉണ്ടായില്ല. മാത്രമല്ല ആ കേസുകളെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഈ സന്ദർഭത്തിൽ താൻ ഇനി രാഷ്ട്രീയത്തിൽ തുടർന്നാൽ ഉള്ള ജീവിതത്തിലെ എല്ലാ പേരും പ്രശസ്തിയും പോകും, ഇപ്പോഴുള്ള പേര് ഉള്ള മേത്ത് അതേപടി നിലനിർത്തി രാജിവെച്ച് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഇപ്പോൾ ജോർജ് കുര്യൻ എന്തായാലും ഇനി ഒരു മന്ത്രിസ്ഥാനം നീട്ടിക്കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാ മെമ്പറായി മത്സരിക്കാനുള്ള അവസരം കൊടുക്കണ്ട എന്ന് BJP നേതൃത്വം തീരുമാനിച്ചതോടെ കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഇല്ലാതാവുകയാണ്. സുരേഷ് ഗോപി കൂടി ഇല്ലാതാവുമ്പോൾ കേരളത്തിൽ നിന്ന് വേറെ മന്ത്രിമാരാരും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം. ഈ സന്ദർഭത്തിൽ സുരേഷ് ഗോപിയും അതേപോലെ ജോർജ് കുര്യനും പോകുന്നതോടെ BJPക്ക് വലിയ തിരിച്ചടികൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സുരേഷ് ഗോപി രാജിവെക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് പാർട്ടി തന്നെ തോൽപ്പിച്ചതാണ്, അല്ലാതെ അവർ സ്വയം തോറ്റതല്ല. പാർട്ടിയുടെ ഒരു 10,000 വോട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളുടെ ഏരിയയിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കിട്ടിയിട്ടില്ല. ആ 10,000 വോട്ട് തിരിച്ച് രമേശ് പിഷാരടിക്ക് വോട്ട് ചെയ്തതാണ് കഴിഞ്ഞ തവണത്തെ വിജയത്തിന് കാരണം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ മന്ത്രിയാകുന്നുണ്ടെങ്കിൽ വേറെ മന്ത്രിയാകുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അവർ BJP തന്നെ വിടുമെന്നുള്ള പ്രചരണവും കൊഴുക്കുന്നുണ്ട്. കാരണം അവരോട് വല്ലാതെ അവഗണനയാണ് കേന്ദ്ര നേതൃത്വം കാണിച്ചുള്ളത്. അവർ കേരളത്തിൻ്റെ സംസ്ഥാന BJP പ്രസിഡന്റ് ആവേണ്ട ആളായിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ MLA ആയ സ്ഥിതിക്ക് അവർക്ക് ആ സാധ്യത കൂടുതലാണ്. എന്തായാലും കേരളത്തിലെ BJPയിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയും ഒരു എല്ലാ തലത്തിലും നിർജീവ അവസ്ഥയിലേക്കുമാണ് പോകുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിൽ BJP പച്ച തൊടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഇലക്ഷനൊന്നും വളരുകയോ മുന്നോട്ട് പോവുകയോ ചെയ്യാൻ സാധ്യത കുറവാണ് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. പ്രത്യേകിച്ച് അണ്ണാമലൈ തമിഴ്നാട്ടിൽ രാജിവെച്ച് ഒരു വലിയ പുതിയ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. 10 ലക്ഷം പേരാണ് ഒരൊറ്റ ദിവസം അണ്ണാമലയുടെ സംഘടനയിൽ ചേർന്നിട്ടുള്ളത്. നന്ദി, നമസ്കാരം.